നീ എന്തിനാ വന്നേന്ന് പറ. ചുമ്മാതൊന്നും നീ സ്റ്റേഷനിലേക്ക് കയറില്ല എന്ന് എനിക്കറിയാം. ചേച്ചി ഇന്നലെ മുതൽ സ്റ്റേഷനിൽ തന്നെ ആണല്ലേ? എന്താ വീട്ടിലേക്ക് പോവാത്തെ? നിന്നെ ഗിരിയേട്ടനാണ് അങ്ങോട്ട് വിട്ടത്? അല്ല, ഭാനുമതി അമ്മയാ പറഞ്ഞു ചേച്ചി അടുപ്പിച്ച് 2 ഷിഫ്റ്റ് ജോലി ചെയ്യാന്ന്. പ്രഗ്നന്റ് ആയിരിക്കുമ്പോ തന്നെ വേണോ ഇതൊക്കെ? ചേച്ചി ആരോടാ വാശി കാണിക്കുന്നേ? സ്വന്തം കുഞ്ഞിനോടാണോ? റെസ്റ്റ് ഇല്ലാതെ ജോലി എടുത്താ കുഞ്ഞിന് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്നറിയോ? എനിക്കതൊന്നും അറിയാഞ്ഞിട്ടല്ല മോളെ. പിന്നെ അറിഞ്ഞുകൊണ്ട് കുഞ്ഞിനെ അപകടത്തിലാക്കുവാണോ? നീ വെറുതെ അനാവശ്യം പറയ. നിനക്ക് ഞാനും ഗിരിയേട്ടനും തമ്മിലുള്ള പ്രശ്നങ്ങളൊന്നും അറിയാഞ്ഞിട്ടാ. എനിക്കറിയാം. ഗോപാലന്റെ കൂടെ ഗിരിയേട്ടൻ ജോലി ചെയ്യുന്നത് ചേച്ചിക്ക് ഒട്ടും ഇഷ്ടമല്ല. അതല്ലേ പ്രശ്നം? അതൊക്കെ നമുക്ക് പതുക്കെ ഗിരിയേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കാം. ഇപ്പൊ പീതാംബരം പറഞ്ഞതിനെ കുറിച്ച് മഹിമയെ അറിയിച്ച ആകെ തകർന്നു പോവും. ഗിരിയേട്ടന്റെ ചോരയായതുകൊണ്ട് ഈ കുഞ്ഞിനെ പോലും അവള് വെറുത്തുനിന്ന് വരും. അത് വേണ്ട. ആലോചിച്ച് നിന്നൊക്കെ മതി. നമുക്ക് വീട്ടിലേക്ക് പോവാം. എന്താ, എനിക്കിപ്പം വരുന്നില്ലേ? വരാം. ഗിരിയേട്ട, പിണങ്ങിപ്പോയ ആളെ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. വാ ചേച്ചി. നീ ഞങ്ങളെ തീ തീറ്റിച്ചു കളഞ്ഞല്ലോ മോളെ. നിങ്ങൾ തമ്മിൽ എത്ര വലിയ വഴക്കുണ്ടെങ്കിലും എന്നോടൊരു വാക്ക് പറഞ്ഞാ പോരെ. ഞാൻ ഇവന്റെ ചെവിക്ക് പിടിച്ച് മാപ്പ് പറയിപ്പിച്ചേനെ. അല്ലാതെ പാതിരാത്രിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാണോ ചെയ്യേണ്ടത്? സോറി അമ്മ. സാരമില്ല, ഇത്രയും നേരം അടുപ്പിച്ച് ജോലി ചെയ്തതല്ലേ, നല്ല ക്ഷീണം കാണും. പോയി വേഷം മാറി നീ എന്തെങ്കിലും കഴിക്കാൻ നോക്ക്. അപ്പൊ ഞാൻ കാരണം വിഷയം തീർന്നില്ലേ? നീ കാരണമൊന്നും അല്ല ഇത് തീർന്നത്. അവൾക്ക് പോവാൻ വേറെ സ്ഥലം ഇല്ലാത്തതുകൊണ്ടാ. നീ വീണ്ടും വന്നോ? ഇനി വല്ലതും പറഞ്ഞ ഒലക്കൊണ്ട് തല്ലി ഞാൻ. അങ്ങനെയൊന്നും പറയരുതമ്മേ. ഇവള് പ്രഗ്നന്റ് അല്ലേ? നീ മര്യാദയ്ക്ക് നടന്നാ നിനക്ക് കൊള്ളാം. എപ്പോഴും എനിക്ക് നിയന്ത്രണം കിട്ടിയെന്ന് വരില്ല. ഒരു ഗർഭിണിയെ തല്ലി എന്നുള്ള ചീത്തപ്പേര് എനിക്ക് ഉണ്ടാക്കരുത്. അതുകൊണ്ട് മാത്രമാ ഞാൻ ക്ഷമയോടെ സംസാരിക്കുന്നത്. ഗിരിയേട്ടാ, ഇത്തവണ ഞാൻ പ്രശ്നം പരിഹരിച്ചു എന്ന് കരുതി എല്ലാ തവണയും എനിക്കതിന് സാധിച്ചു എന്ന് വരില്ല. നിങ്ങൾ തമ്മിലുള്ള ഏറ്റവും വലിയ പ്രശ്നം ഗോപാലന്റെ കൂടെയുള്ള ഗിരിയേട്ടനെ നടത്തുക. അതിനെക്കുറിച്ച് ഇനിയെങ്കിലും ഒരു തീരുമാനത്തിലെത്തണം. അയാളാണോ കുടുംബമാണോ വലുതെന്ന് ചിന്തിക്കണം. അപ്പോ മഞ്ജു മഹിമയോടൊന്നും പറഞ്ഞിട്ടില്ല? മോളെ, മോളിരിക്കേ, ഭക്ഷണം കഴിച്ചിട്ട് പോകാം. വേണ്ടമ്മേ, അവിടെ വക്കീല് കാത്തിരിക്കുന്നുണ്ട്. ഒരുമിച്ച് കഴിക്കാന്ന് കരുതി. നടക്കട്ടെ നടക്കട്ടെ. എന്നാ ശരി, ഞാൻ ഇറങ്ങട്ടെ. ശരി മോളെ. ഗിരിയേട്ട, ബൈ. ബൈ.